തമിഴ്നാട്ടിലെ ഒരു ഗ്രാമപ്രദേശത്ത് നിന്നുള്ള 13 വയസ്സുള്ള 3 പെൺകുട്ടികൾ കെ-പോപ്പ് ഗ്രൂപ്പിലെ BTS എന്ന യുവഗായക സംഘത്തെ കാണാൻ സിയോളിലേക്ക് പുറപ്പെട്ടു. എന്നാൽ കുട്ടികളുടെ സ്വപ്നം അത് സ്വപ്നമായി തന്നെ അവസാനിച്ചു. ഒരു മാസം മുമ്പ് ആസൂത്രണം ചെയ്ത പദ്ധതി ലളിതമായിരുന്നു. ആദ്യം ഈറോഡിൽ നിന്ന് ചെന്നൈയിലേക്ക് ട്രെയിൻ പിടിക്കണം. എങ്ങനെയെങ്കിലും വിശാഖപട്ടണത്തെത്തിയാൽ പിന്നെ ദക്ഷിണ കൊറിയ വരെ പോകുന്നൊരു കപ്പലുണ്ട്. ഇതിനാവശ്യമായ 14,000 രൂപ തുക കണ്ടെത്താൻ എത്രയും കാലം സ്വരൂപിച്ചു വെച്ചിരുന്ന പണത്തൊണ്ട് പൊട്ടിച്ചു. തമിഴ്നാട്ടിലെ ഒരു ഗ്രാമപ്രദേശത്തു നിന്നുള്ള 13 വയസ്സുള്ള 3 പെൺകുട്ടികളാണ് പ്രിയപ്പെട്ട കെ-പോപ്പ് ഗ്രൂപ്പിലെ BTS എന്ന യുവഗായക സംഘത്തെ കാണാൻ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള സിയോളിലേക്ക് പുറപ്പെട്ടത്. എന്നാൽ കുട്ടികളുടെ സ്വപ്നം അത് സ്വപ്നമായി തന്നെ അവസാനിച്ച രൂപത്തിലായിരുന്നു. യാത്ര തുടങ്ങി 2-ാം ദിവസം തന്നെ അവർക്ക് ചെന്നൈയിൽ തിരിച്ചെത്തേണ്ടി വന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. വെള്ളിയാഴ്ച അർദ്ധരാത്രി വെല്ലൂർ നഗരത്തിനടുത്തുള്ള കാട്ട്പാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവരെ പോലീസ് രക്ഷപ്പെടുത്തിയത്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം തുറമുഖത്ത് നിന്ന് സിയോളിലേക്ക് കപ്പൽ കയറാനായിരുന്നു തങ്ങളുടെ പദ്ധതിയെന്ന് പെൺകുട്ടികളുടെ കസ്റ്റഡിയിലെടുത്ത ഉദ്യോഗസ്ഥർ പറഞ്ഞു. അവർ ഇപ്പോൾ വെല്ലൂർ ജില്ലയിലെ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു ശിശുഭവനിൽ കൗൺസിലിംഗ് സ്വീകരിച്ചു വരികയാണ്. മാതാപിതാക്കളെ തങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതും കാത്തിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കികൾ. ഒരു ഇംഗ്ലീഷ് മീഡിയം പഞ്ചായത്ത് സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ കരൂർ ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ നിന്നുള്ള ലോവർ മിഡിൽ ക്ലാസ് കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. പെൺകുട്ടികളുടെ അമ്മമാരിൽ ഒരാൾ ഗ്രാമത്തിലെ ലോവർ പ്രൈമറി സ്കൂൾ അധ്യാപികയായി ജോലി ചെയ്യുകയാണ്. പെൺകുട്ടികളിൽ ഒരാളുടെ പിതാവ് മാനസിക വെല്ലുവിളി നേരിടുന്നുണ്ട്. മറ്റൊരു പെൺകുട്ടിയുടെ മാതാപിതാക്കൾ വേർപിരിഞ്ഞു. ഇരുവരുടെയും അമ്മമാർ കർഷക തൊഴിലാളികളാണ്. എന്നാൽ അവരുടെ വീട്ടിൽ ഇന്റർനെറ്റ് സൗകര്യമുള്ള ഫോണുകളുണ്ടായിരുന്നു. BTSനോടുള്ള അവരുടെ അമിത ആരാധനയും വീട്ടിലെ മറ്റു കാര്യങ്ങളുമെല്ലാം വീട് ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിൽ ഒരു പങ്കുവഹിച്ചതായി തോന്നുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പെൺകുട്ടികളുമായി സംവദിച്ച വെല്ലൂർ ജില്ലാ ശിശുക്ഷേമ സമിതി ചെയർമാൻ P. വേദനായകം പറഞ്ഞു, എന്തുകൊണ്ടാണ് അവർ BTS ആരാധകരാകുന്നത് എന്നതിൽ അതിശയമില്ല. തുടക്കത്തിൽ ഈ ബാൻഡും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. ചെറിയ നിലയിൽ നിന്നാണ് അവർ ഉയർന്നു വന്നത്. അവരുടെ വരികൾ കൗമാരക്കാരിൽ പ്രതിധ്വനിക്കുന്ന ആശയങ്ങളെ അഭിസംബോധന ചെയ്യുന്നവയാണ്. സ്വയം സംശയം, സാമൂഹിക സമ്മർദ്ദം, സ്വപ്നങ്ങൾ പിന്തുടരുക എന്ന ആശയം തുടങ്ങിയവയാണ് BTS ഗാനങ്ങളുടെ രത്നച്ചുരുക്കം. BTSനോടുള്ള അവരുടെ ആരാധന നൃത്തത്തിൻ്റെയും സംഗീതത്തിൻ്റെയും ജീവിതത്തിനായി പെൺകുട്ടികളെ കൊതിപ്പിച്ചു. അയൽവാസിയായ ഒരു യുവാവാണ് ബാൻഡിനെ ഇവർക്ക് പരിചയപ്പെടുത്തിയത്. അവർ കൊറിയൻ ഭാഷ പഠിക്കാനും ശ്രമിച്ചു. കൊറിയൻ വരികൾ മനസ്സിലാക്കാൻ അവർ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചു. BTS അഥവാ ബുള്ളറ്റ് പ്രൂഫ് ബോയ് സ്കൗട്ട്സ് എന്നതിൻ്റെ കൊറിയൻ ഭാഷയിലുള്ളത് എന്നതിൻ്റെ ചുരുക്കെഴുത്ത് പോലും അവർക്ക് അറിയാമായിരുന്നു. വേദനായകം ഇത് പറഞ്ഞു. ഓരോ BTS അംഗത്തിൻ്റെയും പേരുകൾ, അവരുടെ പ്രിയപ്പെട്ട ഹോബികൾ, പ്രിയപ്പെട്ട വസ്ത്രങ്ങൾ, നിറങ്ങൾ, ഭക്ഷണശീലങ്ങൾ എന്നിവ പോലും അവർക്ക് അറിയാമായിരുന്നു. ജനുവരി 4-ന് അവർ വീട്ടിൽ നിന്ന് പോയി. ആദ്യം ഈറോഡിലെത്തി. ചെന്നൈയിലേക്ക് വണ്ടി കയറി. അവർ ചെന്നൈയിൽ മുറികൾക്കായി 2 ഹോട്ടലുകൾ നോക്കി. 3-ാമത്തെ ശ്രമത്തിൽ 1200 രൂപക്ക് അവർക്ക് അവിടെ ഒരു രാത്രി താമസിച്ചു. പോലീസ് അന്ന് തന്നെ മിസ്സിംഗ് പരാതി രജിസ്റ്റർ ചെയ്യുകയും കരൂരിലും സമീപ ജില്ലകളിലും അവരെ തിരയാനാരംഭിച്ചു. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ഇന്റലിജൻസ് ചാനലുകളിലൂടെയും പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പുകളുടെ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ പെൺകുട്ടികൾക്ക് ചെന്നൈയിലെത്തിയതോടെ ക്ഷീണം തുടങ്ങി. പിറ്റേന്ന് അവർ വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഒരു ട്രെയിൻ പിടിച്ചു. യാത്രാമധ്യേ അവർ ഭക്ഷണം വാങ്ങാൻ കാട്ട്പാടിയിലിറങ്ങിയതോടെ ട്രെയിൻ നഷ്ടമായി. 14,000 രൂപയിൽ 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം 8,000 രൂപ അവർക്ക് ബാക്കിയായി. വീട്ടിലെ കുടുക്ക നിക്ഷേപം തകർത്താണ് ഇവരെല്ലാം പണമെടുത്തത്. പദ്ധതി പാളിയെന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ അവർ എന്താണ് ചെയ്തതെന്നും എന്താണ് ലക്ഷ്യമിട്ടതെന്നതിലും അവർ വ്യക്തതയുണ്ട്. ഈ സാഹസികത ഇനി ആവർത്തിക്കില്ലെന്ന് അവർ ഉറപ്പു നൽകി. കൗൺസിലർമാരുമായുള്ള നീണ്ട സംഭാഷണത്തിനിടെ അവർ ഒരിക്കലും കരഞ്ഞിട്ടില്ല.